ലക്ഷ്യത്തിന് മുൻപിൽ പരിമിതികൾക്ക് പ്രസക്തിയില്ല. സിവിൽ സർവീസ് പരീക്ഷാഫലത്തിൽ 397 റാങ്ക് നേടിയ കോഴിക്കോടുകാരി ജസീലയ്ക്ക് പറയാനുള്ളത് അതാണ്. 40% ഭിന്നശേഷിക്കാരായ ജസീല പരിമിതികളെ അതിജീവിച്ചാണ് അഭിമാനാർഹമായ നേട്ടത്തിനരികിലേക്ക് എത്തിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂസ് മലയാളം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ജസീല സിവിൽ സർവീസിന്റെ പരീക്ഷാ ഫലം വന്നപ്പോൾ AAR 397 റാങ്ക് നേടിയ ജസീല ചില്ലറക്കാരിയല്ല. അത് നമുക്ക് ജസീലയോട് തന്നെ ചോദിക്കാം, ആ യാത്ര എങ്ങനെയായിരുന്നു എന്ന്. ജസീല, 2022 മുതലുള്ള പരിശ്രമം എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഞാൻ 2022 പ്രിപ്പറേഷൻ തുടങ്ങി 23 ഫസ്റ്റ് സീരിയസ് അറ്റംപ്റ്റ് കൊടുക്കുന്നത്. ആ വർഷം പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റി, പക്ഷെ മെയിൻസ് കിട്ടിയില്ല. പിന്നെ 24 പ്രിലിംസും കിട്ടിയില്ല. അപ്പോൾ അതൊരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെയുള്ള ഒരു സ്ട്രഗ്ലിംഗ് ജേർണി ആയിരുന്നു. 4 വർഷത്തെ കഷ്ടപ്പാട്, റിസൾട്ട് കിട്ടി ഫൈനലി. ഒരിക്കലും പരിമിതി എന്ന് പറയാൻ പറ്റില്ല, അത്രയും ഒരു മനനിശ്ചയമുള്ള ഒരാളാണ്. എങ്ങനെയായിരുന്നു, ഒരു പ്രത്യേകമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നോ? ഞാൻ ഇപ്പം യൂഷ്വലി ആളുകൾ ചെയ്യുന്നത് പോലെ തന്നെ PCM ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. പിന്നെ പഠിക്കുന്നതൊക്കെ കൂടുതലും ടെക്സ്റ്റ് ടു സ്പീച്ച് എഞ്ചിൻ പോലെ സ്ക്രീൻ റീഡർ പോലത്തെ ഫെസിലിറ്റീസ് ഒക്കെ വെച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ ഒരു സ്പെഷ്യൽ സ്റ്റഡി പാറ്റേൺ ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്ട്രെസ് വരുമ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. പിന്നെ മിനിമം ഒരു 6 hours മിനിമം എല്ലാ ദിവസവും ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല. പിന്നെ മാക്സിമം പിയർ ഗ്രൂപ്പായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യാൻ ശ്രമിക്കും, അതൊക്കെ തന്നെ. എങ്ങനെയാണ് സപ്പോർട്ട് സിസ്റ്റം, എങ്ങനെയാണ് ജസീലയുടേത്? ഫാമിലി ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു നോളജ് ജേർണി പറയുമ്പം ഞാൻ പഠിച്ച സ്കൂളുകൾ മുതൽ എൻ്റെ ഫൈനൽ PG ചെയ്ത സ്ഥലമാണെങ്കിലും ഡിഗ്രി ചെയ്ത സ്ഥലമാണെങ്കിലും ഈവൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ജോയിൻ ചെയ്യുമ്പോഴാണെങ്കിലും എൻ്റെ എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ അതിനപ്പുറം ഫാമിലി, എൻ്റെ ഉമ്മ, എൻ്റെ സിസ്റ്റേഴ്സ്, അവരെല്ലാവരും ഒരു എസ്പെഷ്യലി നമുക്കിതൊരു ഭയങ്കര ലോങ് ജേർണി ആയതുകൊണ്ട് അവരെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്കത് നേടിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ട്സ്, ഒബ്വിയസ്ലി ഇതുപോലത്തെ ഒരു സിറ്റിയിൽ വന്ന് ഒരു 3-3.5 വർഷമായിട്ട് വന്ന് താമസിച്ച് ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഉള്ള സ്ഥിതിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം, ഒരു കോഎക്സിസ്റ്റൻസ് സിസ്റ്റം ഇല്ലാണ്ട് അതൊരിക്കലും പറ്റില്ല. ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ലൈക്ക് ഐ ഹാവ് എ ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് who have been always with me to support എല്ലാ കാര്യത്തിലും. അതിപ്പോൾ മെൻ്റലി ആണെങ്കിലും നമുക്ക് ഒരു പഠിക്കാനാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു എഫേർട്ടായിരുന്നു. എൻ്റെ സക്സസിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ സാക്രിഫൈസും അവരുടെ പ്രാർത്ഥനയും അവരുടെ പ്രയത്നവും എല്ലാം ഉണ്ട്. ഹാപ്പി. നാടിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാമോ? കോഴിക്കോട് ജില്ലയിലാണ്. അവിടെ വടകര വില്യാപ്പള്ളിയിൽ മയ്യന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെയാണ് സ്കൂളിംഗ് ഒക്കെ നാട്ടിൽ തന്നെയായിരുന്നു. പിന്നെ നാട്ടിൽ സ്കൂളിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോളേജിൽ കോഴിക്കോടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ ഒരു +2 കാലഘട്ടം വരെയെങ്കിലും ജനിച്ചത് മുതൽ ഫുൾ നാട്ടിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് നാട് ഭയങ്കര ഇമോഷണലി ആണെങ്കിലും നാടും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഏത് സർവീസാണ്? എല്ലാ സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ ഓരോ സർവീസിൽ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ പ്രത്യേകം ഏതെങ്കിലും സർവീസിൽ ആഗ്രഹമുണ്ടോ? IAS ആണ് ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ ഇനിയും ശ്രമങ്ങൾ തുടരും. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? അത് നമുക്ക് കാഡർ അലൊക്കേഷൻ, സർവീസ് അലൊക്കേഷൻ വന്നതിന് ശേഷം IAS കിട്ടിയിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി അടുത്ത അറ്റംപ്റ്റിലോട്ട് പോകും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുൾ ടൈം പഠിത്തമാണോ, അല്ലെങ്കിൽ ഈ സാമൂഹികപരമായിട്ടൊക്കെ കാര്യങ്ങളിലൊക്കെ എപ്പോഴും ആക്റ്റീവ് ആണോ? മിനിമം ഒരു 6 hours എങ്കിലും പഠിക്കും. പിന്നെ നമ്മൾ എപ്പോഴും സോഷ്യലി എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കാറുണ്ട്, എന്തെങ്കിലും ഇവൻറ്റ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോഴും. പിന്നെ ബേസിക്കലി പ്രൊഫഷണലി ആയ സോഷ്യൽ വർക്കർ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ലൈഫിനെ പറ്റി എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സർവീസിൽ കയറിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം? അങ്ങനെയല്ല, ലൈക്ക് കുറേ ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയാസിൽ വർക്ക് ചെയ്യണം. പിന്നെ വൾണറബിൾ പോപ്പുലേഷന് വേണ്ടി വർക്ക് ചെയ്യണം. ഒരു ഡെവലപ്മെൻറ്റ്, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പരിശ്രമവും നമ്മുടെ എഫേർട്ടും ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഇപ്പോൾ ജസീലയെ കാണുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ എന്ന വേർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത്രയും പോസിറ്റീവാണ്. ഈ നേട്ടം കൈവരിച്ചതിൽ നമുക്കൊരു സംശയം തോന്നുന്നില്ല. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് വന്ന് 3.5 വർഷത്തോളം ഇവിടെ നിന്നുകൊണ്ട് പഠിച്ച് ഈ നേട്ടം കൈവരിച്ചതാണ്. ക്യാമറ പേഴ്സൺ അനീഷ് മലയൻകീഴിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.